പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചില വലിയ വിടുതലുകൾ നൽകി അനുഗ്രഹിക്കാൻ പോകുന്നു. ചില ഭയങ്ങളെ കർത്താവ് ഇന്നത്തെ ദിവസമാണ് നിങ്ങളിൽ നിന്നും പുറത്താക്കാൻ പോകുന്നു. അത് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന ചിലർക്ക് അകാരണമായ ചില ഭയങ്ങളുണ്ട്. മരണത്തെ ഭയം, ഞാൻ മരിച്ചു പോകുമോ, ഞാൻ എവിടെയെങ്കിലും പോയാൽ വണ്ടി ഇടിക്കുമോ, ആക്സിഡൻ്റ് ഉണ്ടാവുമോ, എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമോ എന്നുള്ള ഭയത്തെ കർത്താവ് പുറത്താക്കണം. ചില ഭയങ്ങളെ കർത്താവ് ചിലരുടെ ജീവിതത്തിൽ നിന്നും ഇന്ന് മാറ്റുകയാണ്. ഭയങ്ങൾ ചില വ്യക്തികളെ ഭയം, ചില വീടുകളെ ഭയം, ചില സ്ഥലങ്ങളെ ഭയം, ഇരുട്ടിനെ ഭയം, ഒറ്റയ്ക്കിരിക്കാൻ ഭയം, അങ്ങനെ തുടങ്ങിയ ചില ഭയങ്ങൾ. ചിലപ്പോൾ ആരോ പുറകിൽ നിൽക്കുന്നത് പോലെ തോന്നുക, അത് പകലായാലും രാത്രിയായാലും ആരോ ഫോളോ ചെയ്യുന്നത് പോലെ, എവിടെ പോയാലും ആരോ പിന്തുടരുന്നത് പോലെയുള്ള ചില തോന്നലുകൾ. ചിലതിങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് ചിലത് പെട്ടെന്നിങ്ങനെ നമ്മുടെ അടുത്ത് നിന്നും പെട്ടെന്ന് മാറിപ്പോകുന്നത് പോലെയുള്ള ചില തോന്നലുകൾ, നിമിത്തമുണ്ടാകുന്ന ഭയങ്ങൾ, അങ്ങനെയുള്ള ചില ഭയങ്ങളെ കർത്താവിന് പുറത്താക്കുക. ആ ഭയം നിമിത്തം നിങ്ങൾക്ക് ജീവിതത്തിലൊന്നും ആകാൻ പറ്റാതായിപ്പോയി, അല്ലെങ്കിൽ ആ ഭയം നിമിത്തം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത് പലരും നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയത്. ആ ഭയത്തെ ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് എന്തിനോടുള്ള ഭയമായിക്കോട്ടെ, ഇരുട്ടിനോടാവാം, ചില വ്യക്തികളോടാവാം, ചില സ്ഥലത്തിനോടാവാം, പിന്തുടരുന്ന അനുഭവത്തിൽ നിന്നുണ്ടായ ഭയമായിരിക്കാം, അങ്ങനെ തോന്നലിൽ നിന്നുള്ള ഭയമായിരിക്കാം. എന്ത് ഭയത്തെ ആയാലും ആ ഭയത്തെ ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കണം. അതേപോലെയുള്ളവരെ, നമുക്ക് കർത്താവ് ഉറപ്പ് തരുന്ന ഒരു വചനമുണ്ട്. യെശയ്യാവ് 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ടെന്ന് തന്നെയാണ്. നിങ്ങളുടെ അവസ്ഥകൾ, നിങ്ങൾ ചില ഈ ഭയപ്പെടുന്ന ആ ഭയത്തെ നിങ്ങളൊന്ന് പുറത്താക്കുക, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ഭയമുള്ളവരെ ആ ഭയത്തെ പുറത്താക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. കർത്താവ് നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട്. ഏത് നേരവും നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന അവൻ്റെ കരം നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ ഒന്നിനെ ഭയക്കേണ്ടതായിട്ടില്ല. ഒരു പക്ഷെ ദൃശ്യമായി നമുക്ക് നമ്മുടെ കൂടെയുള്ള കർത്താവിനെ നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ അദൃശ്യമായ കർത്താവിൻ്റെ കരത്തിൻ്റെ താങ്ങൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, ഏത് നിമിഷവുമുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പിന്തുടരുന്ന ചില ആപത്തുകൾ, അനർത്ഥങ്ങൾ ഒക്കെയും നമ്മളെത്ര അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നു. അതൊന്നും നമ്മുടെ കഴിവുകൊണ്ടല്ല, കാരണം ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭയം, ആരോ പിന്തുടരുന്നു എന്ന് തോന്നുന്ന ചില അനുഭവങ്ങൾ, പെട്ടെന്ന് അടുത്തുനിന്ന് എന്തോ ഓടി പറയുന്നത് പോലെയുള്ള തോന്നലുകൾ, അത് യേശുവിൻ്റെ നാമത്തിൽ എന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് എന്നേക്കുമായിട്ട് വിട്ടുമാറുന്നത്. അത് എന്തുമായിക്കോട്ടെ, അതിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതില്ല. പക്ഷേ അത് നിമിത്തമുണ്ടായ ഭയത്തെ, അങ്ങനൊരു തോന്നലിനെ എന്നീ പകൽക്കാലം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇവിടുന്ന് മാറ്റാൻ പോകുന്നു. തുടർച്ചയായി വരുന്ന ചില രോഗങ്ങൾ, തുടരെ ഉണ്ടാകുന്ന, ഇപ്പോൾ ഒരാൾക്ക് തന്നെ കുടുംബത്തിൽ ഒരസുഖം കഴിഞ്ഞു അടുത്തൊരു അസുഖം, അല്ലെങ്കിൽ ഒരാൾക്ക് അസുഖം ഒന്ന് മാറിക്കഴിയുമ്പം അടുത്തൊരാൾക്ക് വരുന്ന അസുഖം, ചില രോഗങ്ങളുടെ ദുരാത്മാക്കളെ നിങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് പറഞ്ഞ് മാറ്റാൻ പോകുന്നു. കർത്താവ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമായിട്ട് സദൃശ്യവാക്യം 3-ാം അധ്യായം 6-ാം വാക്യം,
നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളും. അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നു, എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളൊന്ന് പത്രം വായിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ടി വി കാണാൻ പോവുകയാണ്, ഒരു ന്യൂസ് കേൾക്കാൻ പോവുകയാണ്, മുറ്റത്തൊന്ന് ഗാർഡനിങ് ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ എന്ത് കാര്യവുമായിക്കോട്ടെ, ഒന്നിറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവേ എൻ്റെ കൂടെ ഇരിക്കണേ എന്നൊന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും നമ്മുടെ കൂടെ ഇരിക്കുന്നവനെ കർത്താവ്. കർത്താവേ എൻ്റെ കൂടെ ഉണ്ടാവണേ, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്ന കർത്താവേ, ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ എന്നെ സഹായിക്കണേ എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. അന്ന് ആ പറയുന്ന ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില വിടുത്തലുകളുടെ ദിവസങ്ങളായിരുന്നു. ചില വിടുത്തലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോവുക. നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഈ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മളെ സന്തോഷകരമായി വഴി നടത്തും. ഇത് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഈ വരുന്ന ഒരാഴ്ച ഏറ്റവും ശ്രേഷ്ഠകരമായി നടത്താൻ നമുക്ക് ആ കർത്താവിനെ കൂട്ടുപിടിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട എല്ലാ പ്രഭാതത്തിനായി അപ്പം നന്ദിയോടെ സ്തോത്രം ചെയ്യും കർത്താവ്. അപ്പം ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നന്ദിയപ്പ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് കർത്താവെ. ആ ഒറ്റൊരു വിശ്വാസം, ആ ഒറ്റൊരു ബലത്തിനെ പുറത്താണ് നിങ്ങൾ ജീവിക്കുന്നത് തന്നെ കർത്താവ്. അപ്പോൾ ആരൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് അങ്ങുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമാണ് കർത്താവ്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇതിന്മേ ചില ഭയത്തിലായിരിക്കണം ചില മക്കൾ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ആ ഭയത്തിൻ്റെ ദുരാത്മാവ് അവിടെ നിന്ന് മാറട്ടെ. ചില ഇരുട്ട് പോലെ എന്തോ ഒരു നിഴല് പോലെ എന്തോ ഒന്ന് പിന്തുടരുന്നു. ആരോ എന്നെ കേൾക്കുന്നു, എന്തോ ഒരു പിന്തുടരുന്നു, വട്ടത്തിലുള്ളൊരു ഇരുട്ട് വട്ടത്തിലുള്ളൊരു ഗോളം പോലെ എന്തോ ഒന്ന് പിന്തുടരുന്നതായിട്ട് തോന്നുന്നു. ആരും യേശുവിൻ്റെ നാമത്തിൽ ആ കേൾക്കുന്ന വ്യക്തിയുടെ മേൽ ഇന്ന് വിട്ടുതരണേൽക്കണം. ഒരു ബാധ നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയെന്ന് കർത്താവേ വചനം പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്തൊക്കെ മാറിയാലും മാറാത്ത അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് മുദ്രയിടുന്നപ്പ ഇനി മേലാൽ ആ വ്യക്തിയുടെ പുറകെ ഒരു അശുദ്ധാത്മാക്കളും ഒന്നും യേശുവിൻ്റെ നാമത്തിൽ വരെ ഞങ്ങൾ അനുവദിക്കുന്നില്ല. നിൻ്റെ രക്തത്താൽ ദൈവമേ ആ വ്യക്തിയെ ഞങ്ങൾ അതിന് മുദ്രയിട്ട് പ്രാർത്ഥിക്കും. ഇപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിന് വലിയൊരു വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ചിരിക്കുന്നതായി സ്തോത്രം. വലിയ സാക്ഷ്യമാണ് കേൾപ്പിക്കാൻ പോകുന്നതെന്നാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇപ്പോൾ തന്നെ അവിടെ വിടുതൽ സംഭവിക്കട്ടെ. അതുപോലെ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള കർത്താവ് അതിന് ഭയമുണ്ടല്ലോ. അപ്പോൾ അത് യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് എടുത്ത് മാറ്റട്ടെ കർത്താവ്. അപ്പം തുടരെയുള്ള രോഗ അവസ്ഥകൾ, ഭവനത്തിൽ വന്നു പോകുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്നതിന് അവസാനമായിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തന്നെ അത്ഭുത വിടുതലാണ് സംഭവിക്കട്ടെ കർത്താവ്. അങ്ങയുടെ കരം ഇന്ന് ഈ പകൽക്കാലം മക്കളുടെ ജീവിതത്തിൽ നിന്ന് സ്പർശിക്കുന്നതാണ്. ദൈവമേ, അകാരണമായിട്ടുള്ള ഭയം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മക്കളുടെ മനസ്സിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഭയം അവിടുന്ന് മാറിപ്പോട്ടപ്പം. ദൈവമേ, അങ്ങയുടെ കരം ഇന്ന് തന്നെ കർത്താവെ അവിടുന്ന് മക്കളുടെ മീതെ വന്ന് ചലിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ചിലർ പിന്തുടരുന്നത് പോലെയുള്ള ചില ഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിലൊന്ന് മാറട്ടെ. എവിടെ പോയാലും എങ്ങോട്ട് തിരിഞ്ഞാലും ചില വ്യക്തികളെ കാണുന്നു നിമിത്തമുണ്ടാകുന്ന ഭയം യേശുവിൻ്റെ നാമത്തിൽ ആ ഭയം ഇന്ന് അവിടെ മാറട്ടെ. കർത്താവെ, ഈ സകലത്തിനെയും അവിടെ അഴിച്ചതിനായി വിടുതൽ നൽകിയതിനായി സ്തോത്രം. അത്ഭുത സാക്ഷ്യങ്ങളെ പിതാവെ നീ അവിടുന്ന് കേൾപ്പിക്കാൻ പോകുന്നതിനായി നന്ദിയപ്പ. ദേവി, ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലവും ഞങ്ങളെ ശ്രേഷ്ഠമായി വഴി നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന പിതാവ്. അത്ഭുതത്തോടെ വഴി നടത്തിയതിനായി നന്ദി കർത്താവ്. ഒന്നിനും കുറവ് കൂടാതെ കർത്താവ് എൻ്റെ കൂടെ കർത്താവിനിരുന്ന് വഴി നിർത്തനായി നന്ദിയപ്പം. ദൈവമേ, പുതിയൊരാഴ്ചയിലേക്ക് ഞങ്ങൾ അവിടുന്ന് കാലുകുത്തിയതപ്പ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങളെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമൃദ്ധിയോടെയും ആരോഗ്യത്തോടെയും ബലത്തോടെയും കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തുതിക്കുന്നപ്പ. അനുഗ്രഹത്തോടെ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനായി നന്ദി പിതാവേ. അപ്പം സ്തോത്രം കർത്താവെ. ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകൾ, ഞങ്ങൾ ആയിരിക്കുന്ന ഭവനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ
കർത്താവ് ഈ മക്കളെ ഓരോരുത്തരും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിതപ്പ. ദൈവമേ, ഈ മക്കളായിരിക്കുന്ന അവസ്ഥകളുടെ മേലെ അവിടെ വിടുതൽ സംഭവിക്കട്ടെ. ആയിരിക്കുന്ന കർത്താവ് സ്ഥലങ്ങളിൽ കർത്താവ് മക്കളുടെ കൂടെ നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം അപ്പ. ദൈവമേ, നിൻ്റെ പിരിയാത്ത സാന്നിധ്യം മക്കളുടെ ജീവിതത്തിൽ നിന്നും സംഭവം നിങ്ങൾ അത്ഭുതം സംഭവിക്കാൻ ഇടയാക്കുന്നതായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവ് ഈ ആഴ്ചകൾ കർത്താവ് ഈ ഒരാഴ്ച മക്കളുടെ ജീവിതത്തിൽ കർത്താവ് വിടുതലിൻ്റെ ആഴ്ചയാണ്, അത്ഭുതങ്ങളുടെ ആഴ്ചയാണ്. കർത്താവ് വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ വിടുതൽ അപ്പം ഈ ആഴ്ചയാണ് സംഭവിക്കാൻ പോകുന്നതായിരുന്നു. കർത്താവ് കേൾക്കുന്ന ഓരോ മക്കളോടും അനുഗ്രഹിക്കണം, എല്ലാ നന്മകളാലും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥന അനുഗ്രഹമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യം നമ്മളോട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി അറിയിക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നമ്മളോട് ബന്ധപ്പെട്ടാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ സന്തോഷത്തോടു കൂടിയായിരിക്കാം. കർത്താവ് ഈ ദിവസം നിങ്ങളെ ഈ ഒരാഴ്ചക്കാലം നിങ്ങളെ വഴി നടത്തിയതുപോലെ ഈ പുതിയൊരാഴ്ചയും ഈ പുതിയൊരു ദിവസവും ധാരാളം നന്മകളാൽ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായ ചില കുട്ടിത്തലുകൾ, ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരാഴ്ച ഒരുക്കിയിട്ടുണ്ട്. കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, എല്ലാവരും സന്തോഷത്തിലേക്ക് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.